ഈ പി സി ലിയാഖത്ത് എന്ന ഗായകൻ, സംഗീത സംവിധായകൻ, രചയിതാവ് മൂന്നും കൂടി പറയണം. ഈ മൂന്ന് മേഖലകളിലും അദ്ദേഹം തിളങ്ങിയിരുന്നു. ജീവിതം മുഴുവൻ പാട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. പക്ഷേ ഒന്നും ജീവിതത്തിൽ സമ്പാദ്യമായി നേടിയിട്ടില്ല. മക്കളുണ്ട്, മക്കളിലും ഒന്ന് രണ്ട് പേര് പാടുന്നവരുണ്ടായിരുന്നു. അവരൊന്നും ആ പാട്ട് മേഖല പിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല. അത്രമേൽ നേരത്തെ ഇവിടെ ഫൈസൽ മാഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മാപ്പിളപ്പാട്ട് ലോകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, തളിർമുല്ല വിതാനിച്ച എന്ന് തുടങ്ങുന്ന ഗാനം പാടാത്ത ഒരു ഗാനമേളയും ഉണ്ടാവില്ല. അത്രമേൽ പ്രശസ്തമായ ഗാനമാണ്. പക്ഷേ അത് പ്രതിപാദിക്കാറില്ല, അദ്ദേഹത്തിൻ്റെതാണെന്നറിയില്ല. അങ്ങനെ ഒരുപാട് സൃഷ്ടികൾ ഉണ്ടാക്കിയിട്ട് പോലും തീരെ മാപ്പിളപ്പാട്ട് മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പേര് എവിടെയും കേൾക്കാറുണ്ടായിരുന്നില്ല. അത് കൃത്യമായി അടയാളപ്പെടുത്തണം എന്നുള്ളത് ഇശൽ വസന്തത്തിൻ്റെ ഒരാഗ്രഹമായിരുന്നു. കഴിഞ്ഞ വർഷം പ്രൊഫൈൽ ഷൂട്ടിന് ഞാനില്ല, ഫൈസൽ മാഷും എം എ ഗഫൂർ കെയുമൊക്കെ പോയപ്പോൾ ഇവരുടെ ഉമ്മ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രൊഫൈലിൽ ഇങ്ങനെ പാട്ട് പാടുമ്പോൾ അതിൻ്റെ കൂടെ ചേർന്ന് പാടുന്നത്. പിന്നെ പി സി ലിയാഖത്ത് ഖാൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരിക്കലും നോട്ട്സൊന്നും എഴുതിയിട്ട് ട്യൂൺ ചെയ്തതല്ല. എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ മടിയിൽ വെച്ചിട്ട് എത്രയോ പാട്ടുകൾ എൻ്റെ ഓർമ്മ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പാടാം. ആ പാട്ടുകളൊക്കെ അദ്ദേഹം ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ടാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരുന്നത്. അത്രമേൽ കഴിവുള്ള ഒരു വ്യക്തിയെ ഓർമ്മിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ അവസ്ഥയാണ്.